പോരാളി ഷാജിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ അടിയന്തര സ്വഭാവത്തിലാണ് പോലീസ് നടപടിയെടുക്കുന്നത്. കാഫിർ പ്രയോഗമടങ്ങുന്ന സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കേസിൽ ഫേസ്ബുക്കിന് വീണ്ടും നോട്ടീസ് അയച്ച പോലീസ്. അമ്പാടിമുക്ക് സഖാക്കൾ, പോരാളി ഷാജി എന്നീ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരുടെ വിവരങ്ങൾ തേടിയാണ് നോട്ടീസ്. ഇത് രണ്ടാം തവണയാണ് പോലീസ് ഫേസ്ബുക്കിന് നോട്ടീസ് അയക്കുന്നത്. ഈ പേജുകളിലായിരുന്നു കാഫിർ പ്രയോഗത്തിന്റെ വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ലീഗ് പ്രവർത്തകൻ കാസിമല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കേസിൽ സൈബർ ടീമിന്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കും. കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിന്റെ നോഡൽ ഓഫീസറെ പ്രതി ചേർത്തിട്ടുണ്ട്. CPIM നേതാവ് KK ലതികയുടെ ഫോൺ പരിശോധിച്ച് മഹ്സർ തയ്യാറാക്കിയിരുന്നു. KK ലതികയുടെ FB പേജ് ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നാണ് പോലീസിന്റെ വാദം. കേസിൽ ഇതുവരെ 12 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് CPIMന്റെ വിവിധ നേതാക്കൾ ഇടതുപക്ഷമെന്ന പേരിൽ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പേജുകൾക്കും ഗ്രൂപ്പുകൾക്കുമെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥിയും മുതിർന്ന നേതാവുമായ MV ജയരാജൻ, പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകൾക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നത്. ഇതോടെ LDF നേതാക്കൾ, മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നിവരുടെ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടി പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് വരുന്നത്. സൈബർ ഇടത്തെ തിരുത്തുന്നതിന് പകരം നേതാക്കൾ സ്വയം നന്നാകാൻ ശ്രമിക്കണമെന്നും അതിൽ വിമർശനം ഉയർന്നു. ഇത്തരം പേജുകൾ ഇടതുപക്ഷത്തിന്റേതല്ലെന്നും UDF വിലക്കുവാങ്ങി നെറികേട് പ്രചരിപ്പിക്കുകയുമാണ് എന്നാണ് LDF നേതാക്കളുടെ വിശദീകരണം. തൃക്കാക്കര, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്തും LDF പരാജയം നേരിട്ടപ്പോൾ നേതാക്കൾക്കെതിരെ ഇത്തരം പേജുകളിൽ വ്യാപക വിമർശനം ഉയർന്നു വന്നിരുന്നു.